നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. അങ്കച്ചൂടിൽ മലപ്പുറം. തിരഞ്ഞെടുപ്പ് ചൂടിൽ മലപ്പുറം. UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി കൂടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടെ അംഗത്തിനൊരുങ്ങി സ്ഥാനാർത്ഥികൾ. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും പങ്കെടുക്കുന്ന UDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉച്ചയ്ക്ക്. ഇടതു സ്ഥാനാർത്ഥി MB ഫൈസലിന്റെ പത്രികാ സമർപ്പണം നാളെ. തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ സൗഹൃദമില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി. പോരാട്ടത്തിൽ ജൂനിയർ സീനിയർ വ്യത്യാസങ്ങളില്ലെന്നും മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയെന്നും പ്രതികരണം. കുഞ്ഞാലിക്കുട്ടിയുമായി ഒത്തുതീർപ്പ് മത്സരമെന്ന വാദം തള്ളി ഇടതു സ്ഥാനാർത്ഥി MB ഫൈസൽ. അതിനിടെ മലപ്പുറത്തെ പ്രചരണ പരിപാടികൾക്ക് രൂപം നൽകാൻ LDF നേതൃയോഗം തലസ്ഥാനത്ത്. അതേസമയം മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്ന കോടിയേരിയുടെ പ്രസ്താവന മുഖ്യമന്ത്രിക്കുള്ള മുന്നറിയിപ്പെന്ന് കുമ്മനം രാജശേഖരൻ. വിവിധ വിഷയങ്ങളിലെ പോലീസ് വീഴ്ച ഇതുമായി ചേർത്ത് വായിക്കണം. ഉപതെരഞ്ഞെടുപ്പിൽ ഇടതു സ്ഥാനാർത്ഥി പരാജയപ്പെട്ടാൽ പിണറായി രാജിവെക്കണമെന്നാണ് കോടിയേരി പറയാതെ പറഞ്ഞതെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ. ക്രൂരതയിൽ വിധി തേടി. കുണ്ടറ പീഡന കേസിൽ അറസ്റ്റിലായ പ്രതി വിക്ടർ ഡാനിയലിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ചെറുമകളെ പീഡനത്തിനിരയാക്കിയതിന്റെ മുഴുവൻ തെളിവുകളും ശേഖരിച്ചതായി അന്വേഷണ സംഘം. അക്രമ സാധ്യത കണക്കിലെടുത്ത് കോടതിയിൽ വൻ പോലീസ് വിന്യാസം. പെൺകുട്ടിയെ പ്രതി കഴിഞ്ഞൊരു വർഷമായി നിരന്തരമായി പീഡിപ്പിക്കുകയായിരുന്നു. മുത്തച്ഛൻ മോശമായി പെരുമാറുന്നതായി ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയും സഹോദരിയും മുത്തശ്ശിയോട് പരാതിപ്പെട്ടിരുന്നു. അമ്മയെ ഇക്കാര്യം അറിയിച്ചിട്ടും ഒരു ഫലവും ഉണ്ടായില്ലെന്നും അന്വേഷണ സംഘം. കേസ് അന്വേഷണത്തിലെ ആദ്യഘട്ടത്തിലെ നല്ല ശ്രമങ്ങൾ താഴെത്തട്ടിലെ വീഴ്ചകൾക്കിടയിലും സഹായകമായെന്ന് അന്വേഷണ സംഘം. സമാന കുറ്റകൃത്യങ്ങളിൽ പ്രതി വേറെയും ഉൾപ്പെട്ടിട്ടുള്ളതായും കണ്ടെത്തൽ. സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതിലും അന്വേഷണം. വിശ്വാസം തേടി BJP. മണിപ്പൂരിൽ മുഖ്യമന്ത്രി ബീരൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഇന്ന് വിശ്വാസ വോട്ട് തേടും. വോട്ടെടുപ്പ് നടക്കുക രാവിലെ ചേരുന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ. 60 അംഗ നിയമസഭയിൽ BJPക്ക് ഭൂരിപക്ഷം തെളിയിക്കാൻ വേണ്ടത് 31 അംഗങ്ങളുടെ പിന്തുണ. 21 സീറ്റുകളിൽ ജയിച്ച BJPക്ക് നിലവിൽ പിന്തുണ അറിയിച്ചത് നാഷണൽ പീപ്പിൾസ് പാർട്ടി, നാഗ പീപ്പിൾസ് ഫ്രണ്ട് എന്നീ പാർട്ടികളുടെ 4 വീതം MLAമാർ. തൃണമൂൽ കോൺഗ്രസിന്റെ ഒരംഗവും ഒരു സ്വതന്ത്രനും BJP പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷ. 28 അംഗങ്ങളുള്ള കോൺഗ്രസിന് 2 പേരുടെ പിന്തുണ നേടിയാൽ വിശ്വാസ വോട്ടെടുപ്പിനെ പരാജയപ്പെടുത്താം. അതേസമയം ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നതിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ലെന്ന് RSS. തീരുമാനം രാഷ്ട്രീയപരമെന്നും വിശദീകരണം. 3 ദിവസത്തെ RSS അഖിലേന്ത്യാ സമ്മേളനത്തിന് കോയമ്പത്തൂരിൽ തുടക്കം. നീതി തേടുന്ന സത്യഗ്രഹം. പാമ്പാടി നെഹ്റു കോളേജ് വിദ്യാർത്ഥി ജിഷ്ണു പ്രണോയിയുടെ മരണത്തിൽ പ്രതികളുടെ അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധിച്ച് നിരാഹാരത്തിനൊരുങ്ങി രക്ഷിതാക്കൾ. അടുത്ത തിങ്കളാഴ്ച മുതൽ DGP ഓഫീസിന് മുന്നിൽ നിരാഹാരമിരിക്കും. ജിഷ്ണു മരിച്ച മാസങ്ങൾ പിന്നിട്ടിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനായില്ലെന്ന് അമ്മ മഹിജ. ജിഷ്ണുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് പാമ്പാടി കോളേജ് വിദ്യാർത്ഥികളും അനിശ്ചിതകാല സമരത്തിന്. നേരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ സമരം നടത്താൻ ജിഷ്ണുവിന്റെ കുടുംബം തീരുമാനിച്ചിരുന്നെങ്കിലും CPM ഇടപെട്ട് വിലക്കുകയും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കുകയുമായിരുന്നു. ചോരയിൽ മുങ്ങി സിറിയ. സിറിയയിൽ സൈന്യവും വിമതരും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടൽ. രാജ്യതലസ്ഥാനമായ ദമാസ്കസിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ 30ഓളം പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. അപ്രതീക്ഷിത ആക്രമണത്തിന് പിന്നിൽ അൽ-ഖ്വയ്ദ അനുകൂല സംഘടനയായ ജബാഹത്ത് ഫത്തഹ് അൽ-ഷാ എന്ന് റിപ്പോർട്ട്. ദമാസ്കസിലെ കോടതി സമുച്ചയത്തിൽ ബുധനാഴ്ച ഉണ്ടായ ബോംബ് സ്ഫോടനത്തിൽ 31 പേർ കൊല്ലപ്പെട്ടിരുന്നു. സിറിയയിൽ സംഘർഷം ഒഴിവാക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടരവെയാണ് വീണ്ടും ആക്രമണമുണ്ടായത്. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.